കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. ഇൻഡസ് ആർട്ട് സെന്റർ സംഘടിപ്പിക്കുന്ന മൺസൂൺ മൈൻഡ് ഡെസ്കേപ്പസ് ചിത്രപ്രദർശനം ഫോർട്ട് കൊച്ചിയിൽ ആരംഭിച്ചു. ഇൻഡസ് ആർട്ട് സെന്റർ സംഘടിപ്പിക്കുന്ന മൺസൂൺ മൈൻഡ് ഡെസ്കേപ്പസ് എന്ന ചിത്രപ്രദർശനം ഫോർട്ട് കൊച്ചി ഡേവിഡ് ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. മുഹമ്മദ് ഷിയാസ് MLA ഉദ്ഘാടനം ചെയ്തു. കലാകൂട്ടായ്മയായ ഓഷ്യൻ ആർട്ട് ബൈ സൂരജ് കടൽ മാലിന്യം ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങളും കലാജീവിതത്തിൽ തിരിച്ചുവരവിനൊരുങ്ങുന്ന ചിത്രകലാധ്യാപിക ട്രീസ ലാലിയുടെ ചിത്രങ്ങളുമടക്കം 20 സമകാലിക ചിത്രകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശിപ്പിക്കുന്നത്. ക്യൂറേറ്റർ VN നിത്യാനന്ദാണ് 19 സമാപിക്കും. ന്യൂസ് ബ്യൂറോ. ഇൻഡസ് ആർട്ട് സെൻറ്ററിൻ്റെ മൂന്നാമത്തെ എക്സിബിഷനാണ് മൺസൂൺ മൈൻഡ്സ്കേപ്സ് എന്നുള്ള ഈ എക്സിബിഷൻ. ഇതിൻ്റെ മൺസൂൺ തീം ചെയ്തിട്ടുള്ളൊരു എക്സിബിഷനാണ്. 21 കോണ്ടംപററി ആർട്ടിസ്റ്റുകൾ അവരുടെ ക്രിയേറ്റീവ് ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അത് 3 കാറ്റഗറി ആയിട്ടാണ് ഇവരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് എമർജിങ് ആയിട്ടുള്ള 5 ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ചില എത്രട്സ്. അതിലൊന്ന് ഈ പിന്നിൽ നിൽക്കുന്ന ഈ പെയിൻറ്റിങ്ങാണ്. ഇത് ഗോസ്റ്റ് നെറ്റ് എന്ന് വെച്ചാൽ ഈ സമുദ്രത്തിലെ ഉപേക്ഷിക്കപ്പെട്ട വലകൾ, ഈ വലകളിൽ കൊണ്ട് ഒരു ക്രിയേറ്റീവ് ചെയ്ത ഓഷ്യൻ ആർട്ട് ബൈ സൂരജ് എന്നുള്ള ഒരു ക്രിയേറ്റീവ് ഗ്രൂപ്പാണ് ഈ ഒരു പുറകിലുള്ള പെയിൻറ്റിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അത് ഈ 17-ാം തീയതി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അത് 19-ാം തീയതി ഞായറാഴ്ച വരെയാണ് ഈ എക്സിബിഷൻ ഉണ്ടാവുന്നത്. 2 സിമ്പോസിയമുണ്ട്. അത് ഡോക്ടർ അജു നാരായണൻ, സൂരജ് അബ്രഹാം, ഡോക്ടർ മാളവിക ബിന്നി ഇവരൊക്കെയാണ് ഈ സിമ്പോസിയത്തിൽ പങ്കെടുക്കുന്നത്.